75 ആയിട്ട് 22ാമത്തെ ദിവസമാണ്. ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു കാണിച്ച ആ ഡോഗിന്റെ കാര്യത്തിൽ അതിൽ ആ കുറ്റങ്ങാടി ഓഡിറ്റോറിയത്തിന്റെ പണി സെറ്റായിരിക്കുന്നു. ആള് പ്രേമലും നല്ല തകൃതിയായിട്ട് കളിക്കുന്നുണ്ട്. കണ്ടോ അവിടെ എത്തി. ഇനി കുറച്ചുകൂടെ വായിക്കാനുണ്ട്. മനസ്സിലായ കാര്യം വെച്ചാൽ കട്ട പോസ്റ്റാണ് നമ്മളെ ചക്കാഭിനന്ദനെ നേരെ ചാലിയതെത്തി. ചാലിയം ഫുള്ള് സെറ്റപ്പ് ആക്കി കേട്ടോ. കുറച്ച് ലൈറ്റ് വെക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാ ലൈറ്റ് കത്തിക്കാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക്. ഇന്ന് നമ്മുടെ 75 ആയിട്ട് 22ാമത്തെ ദിവസമാണ്. ഇനി നമുക്ക് 53 ദിവസം പാടെ ബാക്കിയുള്ളൂ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ ഇതുവരെ എത്തിച്ചത്. നമുക്ക് നല്ല ഹാർഡായിട്ട് വന്നിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യലും 10 പേജ് ബുക്ക് വായിക്കലും ഒക്കെ പാടെ വർക്കൗട്ടും ഒക്കെ പാടെ വന്നപ്പോൾ ഒരു ചെറിയൊരു പ്രഷറൊക്കെ തോന്നിയിനി. പക്ഷെ ഇപ്പൊ നമുക്ക് യാതൊരു പ്രശ്നമില്ല, നൈസായിട്ട് പോകുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. ആകെ വീഡിയോ എഡിറ്റിങ്ങിന് മാത്രമേ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നുള്ളൂ. എന്നാലും നമ്മൾ വിട്ടു കൊടുക്കുക. നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും നമുക്ക് നമ്മുടെ കൂടെ വേണം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഫസ്റ്റ് ടാസ്കായി ജിമ്മിലേക്ക് നേരെ വിടാം. പിന്നെ ഇതാ നമ്മളെ ഫസ്റ്റ് ബോട്ടിൽ വെള്ളതാ അതങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് പരിപാടി കഴിച്ച് വേറെ ജിമ്മിലേക്ക് വിടാം. ജിമ്മിലെത്തിയിട്ട് കാണാം. ഓക്കെ. പിന്നെ നമ്മുടെ ഈ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ച ആ ഡോഗിന്റെ കാര്യത്തിൽ അതിൽ ആർക്കെങ്കിലും ഒന്ന് റെസ്ക്യൂ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിനൊന്ന് റെസ്ക്യൂ ചെയ്തിരുന്ന് എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് ലെവലാക്കി എടുക്കുക. കാരണം കണ്ടിട്ട് നമുക്ക് തന്നെ പാവം തോന്നുന്നുണ്ട്. നമ്മുടെ ഫറോക്ക് കോളേജ് റോട്ടിലാണ്, ഫറോക്ക് കോളേജ് രാമനാട്ടുകാരെ റോട്ടിലാണ് ആളിങ്ങനെ നടക്കുന്നത്. അപ്പം ആകെ സീനായിട്ടുണ്ട്. അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് റെസ്ക്യൂ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. നമുക്കിതിനെ കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ടാണ് ഈ നിങ്ങളോട് ഇത് പറയുന്നത്. നമ്മൾ കുറ്റങ്ങാടി ഓഡിറ്റോറിയത്തിന്റെ പണി സെറ്റായിരിക്കുന്നു. ഓപ്പൺ ഷോർട്ടിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലൊരു ഓഡിറ്റോറിയമായി. നമ്മൾ രാമനാട്ടിലെത്തി നമ്മളെ ചെറുക്കിനെ അവിടെ പാർക്ക് ചെയ്ത് നമ്മളെ സുരഭിമാളിൽ പ്രേമലും നല്ല തകൃതിയായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെ പോകാൻ പറ്റില്ല, ഒന്ന് പോകണം എന്തായാലും. അതുപോലെ പടാന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് നേരെ ജിമ്മിലേക്ക് ഇങ്ങനെ ഇടാം. അങ്ങനെ നമ്മൾ നേരെ ജിമ്മിലെത്തി. എല്ലാവരും ഉണ്ട്, അത്യാവശ്യം ആൾക്കാരുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. നമുക്കിന്ന് ലഗ്ഗാണ് കളിക്കാരെല്ലാം അടിപൊളിയായിട്ട് കളിച്ച് അതിലുണ്ട് കൂടെ പുറത്തേക്ക് നോക്കി കുത്തിരിക്കുന്നു. അപ്പൊ തലം ചോർന്നൊരു പോക്ക് വേണ്ടേ, ഏതാ ലെവല്. അങ്ങനെ ലഗ്ഗിന് ഞങ്ങൾ രണ്ടാളും നല്ല അടിപൊളിയായിട്ട് കളിച്ച് അതുപോലെ നേരെ റൂമിലാക്കി കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് ഇട്ട് രാവിലത്തെ നമ്മളെ സ്ഥിരം റൊട്ടീനൊക്കെ കഴിച്ച് സെക്കൻഡ് ബോട്ടിൽ വെള്ളം കുടിച്ച് അങ്ങനെ രാവിലത്തെ ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്നത്തെ അടുത്ത പരിപാടി ഇതാ ബുക്ക് വായിക്കാനുള്ള പരിപാടി സെറ്റപ്പ് ഒക്കെയാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബുക്ക് കണ്ടോ അവിടെ എത്തി. ഇനി കുറച്ചുകൂടെ വായിക്കാനുണ്ട് കേട്ടോ. അതാണ് പവർ. പിന്നെ നമ്മൾ വായിക്കുന്നത് വെറുതെ വായിച്ച് തീർക്കാന്നുള്ള രീതിയിലല്ല കേട്ടോ വായിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ വായിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ടൈം കൂടുതൽ എടുക്കും. എന്നാലും വേണ്ടിയില്ല. നമ്മൾ വെറുതെ വേറെ ആരും ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല, അത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്തായാലും കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ടൈം എടുത്തിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കുന്നത്. പിന്നെ ഇന്ന് ടൗണിൽ പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ പോയത് കാര്യം നടന്നില്ല. അപ്പൊ രണ്ടാമതൊന്ന് പോകണം. അപ്പൊ ഒന്ന് ക്ലിയർ ആക്കാനൊക്കെ. അപ്പൊ ഒന്ന് കുറച്ച് നേരത്തെ നമ്മളെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി. എന്തായാലും നമുക്ക് ബുക്ക് വായിച്ചിട്ട് നല്ല അടിപൊളി ഒരു പോയിന്റ് തപ്പി എടുത്തിട്ട് ഇപ്പൊ വരെ ഞാൻ. അപ്പം ബുക്ക് വായിച്ചിട്ട് കാണാട്ടാ. നമ്മൾ ഇന്ന് വായിച്ചത് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് അതിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റും. നമ്മളൊരു കാര്യം കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നിടത്തോളം നമുക്ക് ആ കാര്യം ചെയ്യാനുള്ള സമയം നമുക്ക് ഇത്ര ഡ്യൂറേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞു വരും. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രാക്ടീസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ ടാർഗറ്റുകളുടെ ഒക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി നമ്മുടെ കയ്യിൽ വെക്കുക. അത് ഇടയ്ക്ക് എടുത്ത് ഇങ്ങനെ നോക്കുക. അപ്പൊ നമുക്ക് അത് ചെയ്യാനുള്ള അതിലേക്ക് എത്തിപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ബുക്ക് പറയുന്നത്. അങ്ങനെ നമ്മൾ നടക്കാനിറങ്ങി പറവള ചങ്ങാടിക്കൂടെ നടക്കാൻ ഒന്നും കണക്ട് വന്നിട്ടില്ല. ആള് പനി പിടിച്ചാകെ സീനായി കുത്തിരിക്കുക. അപ്പൊ എന്തായാലും നേരെ നമ്മളിതാ കറങ്ങാനിറങ്ങിയതാണ്. നല്ല രാഹുല്, വിനീത്, അഭിനന്ദ് എല്ലാവരും ഉണ്ട്. കട്ട പോസ്റ്റാണ് നമ്മളെ ചക്കാഭിനന്ദനെ കാത്തിക്കാണ്. അങ്ങനെ നമ്മൾ നേരെ ചാലിയതെത്തി. ചാലിയം ഫുള്ള് സെറ്റപ്പ് ആക്കി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ലെവലിലേക്ക് വാങ്ങി. നമ്മുടെ മെയിൻ പ്രശ്നം വേസ്റ്റ് മാനേജ്മെന്റ് ആയിരുന്നു. ഒരു വേസ്റ്റ് ബിൻ ഇല്ലേ പക്ഷേ ഇപ്പം ഫുള്ള് സെറ്റാക്കി. വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നല്ല രസമാക്കിന്. ഇതവിടെ പുതിയൊരു ഹോട്ടൽ തുടങ്ങി. ഹോട്ടൽ നല്ല സെറ്റപ്പിലാണ് തുടങ്ങി കേട്ടോ. എന്താ ഫുഡിന്റെ പാടെന്താണെന്നും അറിയില്ല. ഇവിടുന്ന് അങ്ങോട്ട് നോക്കാനുള്ള ഒരു വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇതാണ് നമ്മുടെ ചാലിയത്തെ പോലീസ് സ്റ്റേഷൻ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇവിടെ നിന്നാണ്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആ ലൈറ്റും ബേപ്പൂര ലൈറ്റ് വെച്ച് ഒരു രക്ഷയില്ലാത്ത ലെവലെത്തിയിരുന്നു. നല്ല രസമായിക്കോളും ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാറുണ്ട്. തന്നെ പല ടൈപ്പുള്ള ചെറുതും വലുതായ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ചാലിയം തന്നെ അത്യാവശ്യം നല്ല അടിപൊളിയാക്കി സെറ്റാക്കുന്നുണ്ട്. ഇരിക്കാനുള്ള സെറ്റപ്പും ലൈറ്റുകളും കാര്യങ്ങളും. അപ്പൊ നമ്മളെ ബേപ്പൂര് കാണുന്ന അതേപോലെ തന്നെ ചാലിയത്തുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. ഏകദേശം സമയം 9 9:30 ആയിരുന്നു. എന്നാലും നമ്മളെ ഷോപ്പുകളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അടിപൊളിയാണ്. ആളുകളും ഇഷ്ടംമാതിരി ആളുകളും ഉണ്ട്. ഇന്ന് നല്ല കാറ്റ് കഴിഞ്ഞിട്ടോ, അപ്പാര കാറ്റ് കഴിഞ്ഞു. അങ്ങനെ അവിടെ നിന്നാൽ തന്നെ ഒരു പ്രത്യേക തരം ഫീൽ ചെയ്യും.
നമ്മൾ പറഞ്ഞ ലൈറ്റുകൾക്കുള്ള കാലുകളായി കാണുന്നത്. കുറച്ച് ലൈറ്റ് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാ ലൈറ്റ് കത്തി കാണുന്നില്ല. ടച്ച് ചെയ്യാൻ വെച്ചതാണെന്ന് തോന്നുന്നുണ്ട്. ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാമിലിയും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് ഇവിടെ. നല്ല രസമാണ് ഇവിടെ അങ്ങനെ ഇരുന്ന് അതൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് എല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. പിന്നെ ഇടയ്ക്ക് ഒറ്റയ്ക്ക് വന്നാലും രസമാണ്. കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇറക്കി ഞങ്ങളൊരു സ്ഥിരം സ്പോട്ട് ഉണ്ട്. ഇവിടെയാണ് നമ്മളെ സ്ഥിരം സ്പോട്ട്. ഇവിടെ ഇരുന്ന് നമ്മളെ ബേപ്പൂരിലേക്ക് നോക്കിയാൽ ഒരു രക്ഷയില്ലാത്ത വൈബാണ്. വിനീതിന് ഇട്ട ബാക്കിൽ ഫുള്ള് ലുക്കിലാണ് വന്നത്. ബേപ്പൂർ വെച്ചാൽ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ അടിച്ചിട്ട് ആ തെര എങ്ങനെ ഇളകുന്ന ഒരു പ്രത്യേക രസമാണ് ഇത് കാണാൻ തന്നെ. നേരിട്ട് കാണുമ്പോൾ ഇതിനെക്കാട്ടും വല്ലാത്തൊരു വൈബാണ്. അങ്ങനെ നമ്മൾ കുറെ നേരം കഥയൊക്കെ പറഞ്ഞിരുന്ന് നമ്മൾ നേരെ തിരിച്ചു പോവാണ്. 11:30 എങ്ങാണ്ട് അയക്കുന്നത്. നാളെ രാവിലെ നേരത്തെ എണീച്ച് പോകാനുള്ളതല്ലേ. അങ്ങനെ നമ്മൾ എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയത്. കുറച്ച് ലേറ്റ് ആയെന്നുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി എന്തായാലും നമുക്ക് നാളത്തെ അടിപൊളി വിശേഷമായിട്ട് കാണാം. അപ്പോൾ എന്തായാലും എല്ലാവരോടും ഗുഡ് നൈറ്റ്.